ഹായ് ഓൾ, മൈസെൽ സൗമ്യ ജിത്തിൻ സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വണ്ണംപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആമ്പല്ലൂരാണ് വണ്ണംപേട്ട വരുന്നത്. ഇവിടെ ജോബി സാറിൻ്റെയും ജെയ്സി മാമിൻ്റെയും സ്വപ്ന ഭവനമായ ബ്ലെസ്സിങ്സിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മളുടെ കണ്ണുകൾ പോകുന്നത് ഈ ഫോയർ ഏരിയയിലെ ഈ ഒരു രൂപത്തിലേക്ക് തന്നെയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. എക്സാക്ട്ലി ആ ഒരു ഫ്രെയിമും ഫോട്ടോ ഫ്രെയിമും അതേപോലെ രൂപവും കറക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലത്തെ വോള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചാർക്കോൾ പാനൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോട് നിയർ ബൈ ആയിട്ട് നമ്മളൊരു പാർട്ടീഷൻ, ചെറിയൊരു പാർട്ടീഷൻ വിത്ത് ഗ്ലാസ് പില്ലേഴ്സ്, പിന്നെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ CNC വർക്ക്, ചെറിയൊരു പാർട്ടീഷൻ ആണെങ്കിൽ കൂടി അത് വളരെ ഭംഗി ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ഹൈറ്റിന് ഒരു സീലിംഗ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ വാൾ പേപ്പേഴ്സിൻ്റെ ലൈറ്റിംഗ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു രൂപത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫോയർ ഏരിയയും ഫാമിലി ലിവിങ്ങും തമ്മിൽ സെപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടീഷൻ കഴിഞ്ഞ് നേരെ പോകുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു TV യൂണിറ്റിലേക്കാണ്. TV യൂണിറ്റിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷ് തന്നെയാണ്. ബാക്ക് പാനലിലേക്കും ഗോൾഡൻ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അതൊരു ആൻറ്റിക് ഫിനിഷാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ വാൾ പേപ്പേഴ്സും കൊടുത്തിട്ട് ആ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫേർണിച്ചർ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോഫ സെറ്റി, പിന്നെ ഒരു സെൻറ്റർ ടേബിൾ. ഈ ഒരു എൻറ്റയർ ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു CNC ട്രീയുടെ പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട്. CNCയുടെ അതിനോടൊപ്പം തന്നെ സീലിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിങ്ങും, വുഡൻ്റെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ വുഡൻ സീലിങ്ങിനോടൊപ്പം തന്നെ ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ട് ഈ ഒരു ഫാമിലി ലിവിങ് ആൻഡ് ഫോയർ ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫോയർ ഏരിയയിൽ നിന്ന് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്കാണ് എൻട്രി വരുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഈ ഏരിയയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രയർ ഏരിയ തന്നെയാണ്. നമ്മൾ ഫോയർ ഏരിയയിലാണെന്നുണ്ടെങ്കിലും പ്രയർ ഏരിയയിലാണെന്നുണ്ടെങ്കിലും ജീസസിൻ്റെ പിക്ചറിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അക്രലിക് പെയിൻറ്റ് ഫിനിഷാണ്. പിന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ഒരു റൗണ്ട് വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ലേക്കേർഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഡ്ജസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രയർ ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിവിങ് ഏരിയയിൽ പ്രയർ ഏരിയ, അതേപോലെ സ്റ്റെയർ ഏരിയ, പിന്നെ ഡൈനിങ് ഏരിയ, അങ്ങനെ 3 ഏരിയാസ് ആയിട്ടാണ് ഫാമിലി ലിവിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രയർ ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ്, പ്ലസ് CNCയുടെ ഒരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കോമൺ വാഷ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോമൺ വാഷിൻ്റെയൊക്കെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബോട്ടം ക്യാബിനറ്റ് WPC ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷട്ടേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിറർ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ആണെങ്കിൽ നമ്മളിവിടെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് തന്നെയാണ്. ഒരു 6 സീറ്റർ ചെയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോട് കണക്ട് ചെയ്തിട്ട് ക്രോക്കറി യൂണിറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിനോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൻ്റെ, നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ സീലിങ്ങിൻ്റെ ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വുഡൻ പാറ്റേൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതൊരു വീടിൻ്റെയും ഹൃദയം എന്ന് പറയുന്നത് അവിടുത്തെ കിച്ചൺ തന്നെയാണ്. അപ്പോൾ ബ്ലെസ്സിങ്സിൻ്റെ കിച്ചണിലെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനായിക്കോട്ടെ കിച്ചൺ, ഫസ്റ്റ് കിച്ചണും ഉണ്ട്, വർക്ക് ഏരിയയും ഉണ്ട്. ഈ 2 കിച്ചണിലേക്കും നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. അത് ഡബിൾ തിക്നെസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഡബിൾ തിക്നെസ്സിൻ്റെ സ്പേസിൽ, ബിറ്റ്വീനുള്ള സ്പേസിൽ നമ്മൾ സ്റ്റീലിൻ്റെ ബീഡിങ് കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ബോട്ടം ക്യാബിനറ്റ്, ഓവർ ഹെഡ്, ലോഫ്റ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഇതിൽ നാനോ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീനുള്ള സ്പേസിൽ നമ്മൾ സ്റ്റീലിൻ്റെ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടുത്തെ വോൾ ടൈലിൽ നമ്മൾ സ്റ്റീലിൻ്റെ ബീഡിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കട്ട്ലറി ബാസ്ക്കറ്റുകളാണ്. കട്ട്ലറി വരുന്നുണ്ട് ബാസ്ക്കറ്റ്, അതേപോലെ തന്നെ പ്ലെയിൻ ബാസ്ക്കറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വരുന്നതാണ് പ്ലേറ്റ്. ഇതെല്ലാം നമ്മൾ ടാൻഡം ആക്സസറീസിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് പുൾ ഔട്ട് വരുന്നുണ്ട്, ഓയിൽ പുൾ ഔട്ട് വരുന്നുണ്ട്. ഇത് നമ്മളത് കൂടാണ്ട് ഈ ഒരു കിച്ചണിലേക്ക് എക്സ്ട്രാ 2 ടാൻഡം ബോക്സ് കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാൻഡം ആക്സസറീസ് ആണ് ഇവിടുത്തെ എല്ലാം വരുന്നത്. സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള മെക്കാനിസം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് പിന്നെ നമ്മൾ കോർണർ ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോർണർ ബാസ്ക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാജിക് കോർണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നോർമൽ പാറ്റേണിൽ നിന്ന് വിട്ടിട്ട്. പിന്നെ കിച്ചൻ്റെ ഓവർ ഹെഡ് യൂണിറ്റ്, അത് കൂടാണ്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോൾ യൂണിറ്റ് ഡിസൈനും കൂടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ ആക്സസറീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കട്ട്ലറി, പ്ലെയിൻ ബാസ്ക്കറ്റ്, പ്ലേറ്റ്, അഡീഷണൽ ആയിട്ട് 2 പ്ലെയിൻ ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോർണർ ബാസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോൾ യൂണിറ്റ് ഉണ്ട്, ഓവൻ യൂണിറ്റ് ഉണ്ട്, ഫ്രിഡ്ജ് ഏരിയ, പിന്നെ ഓവർ ഹെഡ്, അതേപോലെ തന്നെ ലോഫ്റ്റ്. ഇത് നമ്മുടെ ബ്ലെസ്സിങ്സിലെ പേരൻറ്റ്സ് ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ പാറ്റേൺ എന്ന് പറയുന്നത് വുഡ് വിത്ത് ഓഫ് വൈറ്റ് ഗ്ലോസി ഫിനിഷാണ്. നമുക്ക് കിങ് സൈസ് ബെഡ് കോട്ട്, 2 സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പാനലിലേക്ക് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ ഗോൾഡൻ സ്ട്രിപ്പ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാനലിങ് കൂടി ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻ്റാണ് നമ്മൾ വോൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് പാറ്റേണിലും പ്ലെയിൻ സീലിംഗ് വിത്ത് കോ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പാനൽ ലൈറ്റ് കൂടാണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളുടെയും പോലെ തന്നെ വാഷ് കം ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീട്ടിലത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടുത്തെ വാർഡ്രോബിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലോഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാമിൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡ്രോബ് വേണം സൗമ്യ എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 മിറർ തന്നെ 2 പാറ്റേൺ മിറർ 2 ഷട്ടേഴ്സിലും മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങിലും എല്ലാ സ്റ്റോറേജ് സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ നമ്മൾ ബെഡ് കോട്ടിൻ്റെ ഹെഡ് റെസ്റ്റ് പാനലിങ് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ ഗോൾഡൻ സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ പാനലിംഗ് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീലിങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും പ്ലെയിനും ഒരു ഡിസൈൻ ടൈപ്പ് സീലിംഗ് പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് നമ്മൾ. ഇത് നമ്മളുടെ സ്റ്റെയർ ഏരിയയാണ്. സ്റ്റെയർ ഡൗൺ ഏരിയയിൽ നമ്മൾ ഫ്രെയിം വിത്ത് ഡോറിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സിറ്റിംഗ് സ്പേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ഹൈറ്റ് വോള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ്. ഈ ഡബിൾ ഹൈറ്റിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ സീലിംഗ് ഡിസൈനും ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, സ്റ്റെയർ ഏരിയയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഡബിൾ ഹൈറ്റിൽ വാൾപേപ്പർ, നമുക്ക് സീലിങ്ങിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കയറി വരുമ്പോൾ തന്നെ ലെങ്തി ആയിട്ടുള്ളൊരു പാസേജ് ഏരിയയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കതിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് പാറ്റേൺ ആണ് നമ്മൾ ഇവിടുന്ന് ഫോളോ ചെയ്തിരിക്കുന്നത്. ഗേൾ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് ഉണ്ട്.
രണ്ട് മിറർ പാറ്റേൺ, രണ്ട് ഷട്ടേഴ്സിലും മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നർ പാർട്ടീഷൻസിലാണെങ്കിൽ നല്ലതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയ ആയിട്ട് സ്റ്റഡി യൂണിറ്റ് വിത്ത് ഓവർ ഹെഡ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഇവിടെയും വാഷ് ഏരിയ കം ഡ്രസ്സിങ് പോലെ, അതായത് ഡ്രസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽ ആണെങ്കിലും കളർ കോർഡിനേഷൻ ആണെങ്കിലും എല്ലാതും ഇവിടെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഹൈ ഗ്ലോസി ഫിനിഷാണ്, ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂമിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ട്രീയുടെ CNC ഡിസൈനാണ്. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മളൊരു കളർ പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. സീലിങ്ങിലാണെങ്കിലും കോവ് ലൈറ്റ് കൊടുത്തിട്ട് സീലിംഗ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോയ് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ പാറ്റേൺ എന്ന് പറയുന്നത് പർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ഗ്ലോസി ഫിനിഷാണ്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഷട്ടേഴ്സിലേക്കും മിററുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിങ് സൈസ് ബെഡ് കോട്ടാണ്. ബെഡ് കോട്ട് വിത്ത് ഹെഡ് റെസ്റ്റ് ഉണ്ട്. 2 സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ പാനലിംഗ് വർക്കിനോടൊപ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾപേപ്പർ ഡിസൈൻ പാറ്റേണും ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് സ്റ്റഡി യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബെഡ്റൂമുകളിലെയും പോലെ തന്നെ നമ്മൾ വാഷ് ഏരിയയോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ്സിങ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് പാറ്റേണിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലെയിൻ സീലിങ്ങിൻ്റെ ഒപ്പം തന്നെ ഡിസൈനിലെ കോവിൻ്റെ വർക്കുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പെക്ട്ര വെഞ്ചേഴ്സിനെ മാമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഹോം, അതായത് നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് സെലക്ട് ചെയ്തതിന്, ഇൻറ്റീരിയർ പാർട്ടിലേക്ക് സെലക്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ മാമിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഉണ്ട്. കാരണം ഒരു 2 കൊല്ലം ആയി നമ്മളിപ്പോൾ ഇൻറ്റീരിയർ ഹാൻഡ് ഓവർ ചെയ്തിട്ട്. പല കാരണങ്ങൾ കൊണ്ടും പിന്നെ മാം ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയർ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് തന്നെ അതിനേക്കാൾ ഭംഗിയിൽ മാം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് വരുന്ന അതേ ഫീൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മാം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അതും കുഞ്ഞു വാവയും വെച്ചിട്ടാണ്, 2.5 വയസ്സേ ഉള്ളൂ വാവയ്ക്ക്. എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോണേ? താങ്ക് യു സൗമ്യ. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാൻ കൃത്യമായിട്ടുള്ള നല്ല എഫേർട്ട് എടുക്കണം തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും എന്ത് കാര്യം ഇപ്പോൾ ആര് വന്നാലും നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചാലും ഒക്കെ അപ്പപ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ കൂടുതലും വൈറ്റ് ആണ് യൂസ് ചെയ്തത്. അതെ. അപ്പോൾ നമ്മൾ അപ്പപ്പോൾ ക്ലീൻ ചെയ്ത് വളരെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പപ്പോൾ ക്ലീൻ ചെയ്ത് പോയില്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് ഒരിക്കലും അധിക നാള് നമുക്ക് ഭംഗിയായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല എഫേർട്ട് എടുക്കണം തീർച്ചയായിട്ടും. പിന്നെ ദൈവത്തിന് സ്തുതി നമുക്കതിനുള്ള ആരോഗ്യം തരുന്നതിന്. അതെ. അപ്പോൾ ഇന്റീരിയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതേ ഭംഗിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ ബ്ലെസ്സിങ്സ്. പിന്നെ മാം എങ്ങനെയാണ് നമ്മളുടെ ഒരു ഇന്റീരിയർ മാമിന് ഇഷ്ടമായോ? എങ്ങനെയാണ് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു മാമിൻ്റെ ഒരു? തീർച്ചയായിട്ടും നമുക്ക് ഇൻറ്റീരിയർ നമ്മൾ 3D നമ്മൾ ചെയ്തിട്ടാണ് ആ വർക്ക് സ്പെക്ട്രക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് സൗമ്യേനെ പരിചയപ്പെടുന്നത് തന്നെ. അപ്പം അന്ന് ഇവരുടെ വർക്ക് എങ്ങനെയായിരിക്കുന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് സൗമ്യമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഒത്തിരി കണക്റ്റഡ് ആയി പരസ്പരം, പേഴ്സണലി നല്ല കണക്റ്റഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പരിചയപ്പെട്ട് ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഇൻറ്റീരിയർ ചെയ്യുന്നത് തന്നെ. പക്ഷെ അതിക്ക് മുമ്പ് തന്നെ ഞങ്ങളൊരു സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ മാറിയായിരുന്നു ഞങ്ങളുടെ ഒരു റിലേഷൻ. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആ ഒരു 3Dയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എന്താ പറയുക സ്വപ്നം കണ്ടതൊക്കെ അതിനേക്കാളും ഭംഗിയായിട്ട് അവർ നമുക്ക് ചെയ്തു തന്നു. ഒത്തിരി നന്ദി സൗമ്യ ആൻഡ് ജിതിൻ. ഇനിയും പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ജോബി സാറിന്. ജോബി സാർ ഇവിടെ അവൈലബിൾ അല്ല, സാർ മസ്കറ്റിൽ ബിസിനസ് ആണ്. പിന്നെ മാമിന്റെ ഫാമിലി ആണെങ്കിൽ 3 മക്കളാണ്. മൂത്താള് ഡിഗ്രി അല്ലേ, ഡിഗ്രി. പിന്നെ 2ാമത്തെ ആള് 10th. പിന്നെ ചെറിയൊരു കുഞ്ഞാവുണ്ട് 2.5 വയസ്സ്. അതും ഒരു ബ്ലെസ്സിങ്സ് ആണ്. ടോട്ടലി നമ്മളുടെ വീടിന്റെ പേരും ബ്ലെസ്സിങ്സ് തന്നെയാണ്. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരു സിസ്റ്റർ പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻ ബിറ്റ്വീനുള്ള ഒരു ജേണിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ മാം ഹാപ്പിയാണ്.
എല്ലാം നമ്മുടെ ബ്ലെസ്സിങ്സിലെ എല്ലാ ഏരിയ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അറിയാം. എന്നോട് ഓരോ ഏരിയ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. എന്നാലും ഏറ്റവും മാമിന് ഇഷ്ടപ്പെട്ടത് എവിടെയാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ പ്രെയർ ഏരിയ. എനിക്ക് ഒന്ന് ഞങ്ങൾ ആ പിക്ചർ ഞങ്ങൾ വരപ്പിച്ചതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഭയങ്കര അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ചിന്തിച്ചോ അതുപോലെ തന്നെ നമുക്കത് വരച്ച് കിട്ടിയായിരുന്നു. പിന്നെ രണ്ട് ഏരിയയിലും നമ്മൾ ഫോയർ ഏരിയയിലും അവിടെയും പ്രയറിലും പിന്നെ ഒരു അതിന് പറ്റിയ ഒരു ഡിസൈനും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഒരു സ്പെക്ട്രക്കാർ ചെയ്തു തന്നു നമുക്ക്. പിന്നെ എൻ്റെ ബെഡ്റൂംസ് 4 ബെഡ്റൂംസും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിനൊന്ന് വെറൈറ്റി ഡിസൈൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെറ്റീരിയൽ സെലക്ഷൻ്റെ കാര്യത്തിലൊക്കെ മാം ഒപ്പം നിന്നിട്ടുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു മെറ്റീരിയൽ അവൈലബിൾ അല്ല, സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനോ അങ്ങനത്തെ ഒരു വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വേണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ നമ്മുടെ ഒപ്പം നിൽക്കും, എവിടേക്ക് വരണമെങ്കിൽ വരും. ആകെ ചിലപ്പോൾ ലീവിന് 3-4 ദിവസത്തേക്കാവും നാട്ടിലേക്ക് വരിക. ആ സമയത്തൊക്കെ ആണെങ്കിലും മാം ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സാറ് ചിലപ്പോൾ അത്ര ഇതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മാഡം ആയിരുന്നു ത്രൂ ഔട്ട് ആ ഒരു ജേണിയിൽ അല്ലേ? കാരണം എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര സ്വപ്നങ്ങളാണ്. സാറിന് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ആൾക്ക് കുഴപ്പമില്ലാത്തൊരു ഏരിയ കിട്ടിയാൽ മതി. ആൾ ഭയങ്കര സിമ്പിളാണ്. ഞാനിങ്ങനത്തെ എനിക്ക് ഭയങ്കര സ്വപ്നങ്ങൾ കൂടുതൽ, അതുകൊണ്ടാണ് എഫേർട്ട് എടുക്കുന്നത്. എന്തായാലും ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളുടെ വീട് സ്പെക്ട്രയിലൂടെ ചെയ്ത് കിട്ടി. ജിതിനും സൗമ്യയ്ക്കും അവരുടെ ടീമിനും ഒത്തിരി നന്ദി പറയാണ് ഈ ഒരു നിമിഷം. മനസ്സ് തുറന്ന് നന്ദി പറയാണ്. ഒപ്പം തന്നെ ഇനിയുള്ള അവരുടെ എല്ലാ കാൽവെപ്പുകൾക്കും അവരെന്തൊക്കെ സ്വപ്നങ്ങൾ ഇനി കാണുന്നു അതിനേക്കാളും മേലെ ദൈവം അവരെത്തിക്കട്ടെ, അവരുടെ സ്ഥാപനത്തെ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സിൻ്റെ വിശേഷങ്ങൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. 2800 സ്ക്വയർ ഫീറ്റിൽ ഡബിൾ സ്റ്റോറി ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 4 BHK ആണ് വരുന്നത്. നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബേസിക് മെറ്റീരിയൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ്. ലേക്കഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ CNC വോക്കുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം, പ്ലെയിൻ സീലിംഗ്, പ്രൊഫൈൽ ലൈറ്റിങ്, ഡിസൈൻ വർക്ക്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോൾ ഹൈലൈറ്റിങ്ങിലേക്ക് നമ്മൾ വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ തന്നെ പാനലിംഗ് വർക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടംപററി മോഡലിലാണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.